ഈ സാധാരണ പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെയൊക്കെ നമ്മൾ കാണാറും അവരുടെ കാര്യങ്ങളൊക്കെ അറിയാറുമുണ്ട്. ഭരണ നിർവഹണത്തിൽ മികവുള്ളവരെ, ജീവിതത്തിൽ ആഡംബരവും ലാളിത്യവും കാണിക്കുന്നവരെയൊക്കെയും നമ്മൾ കണ്ടിട്ടും അറിഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ തമിഴകത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാണ് ജോസഫ് വിജയ്. അദ്ദേഹത്തിന്റെ ഭരണ നിർവഹണത്തിൽ ആശ്ചര്യപ്പെടുകയാണ് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർ. നമുക്ക് പരിശോധിക്കാം. ഞെരുപ്പട. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് വിജയ് ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരുന്നത്. അതിൽ കൃത്യനിഷ്ഠയാണ് ജീവനക്കാർ ഏറ്റവും ശ്രദ്ധയോടെ നോക്കിക്കാണുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പ്രധാന സർക്കാർ പരിപാടികളിലും നിയമസഭാ പരിപാടികൾക്കൊക്കെയായിട്ട് വിജയ് എത്തുന്നത് നിശ്ചയിച്ച സമയത്തിനും നേരത്തെയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അദ്ദേഹം ഉച്ചഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങൾ. നിങ്ങളിൽ ഭൂരിഭാഗം പേരും അത് കണ്ടു കാണും. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം വീട്ടിൽ നിന്ന് ചോറും കറിയൊക്കെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ചെയറിലിരുന്ന് കഴിക്കുകയാണ്. ഇതിനെ കുറച്ച് കൗതുകത്തോടു കൂടിയാണ് ഈ നമ്മുടെ ലോകം നോക്കിക്കാണുന്നത്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ നോക്കിക്കാണുന്നത്. സുജിത് നമുക്കൊപ്പം തത്സമയം ചേർന്നുണ്ട്. സുചന്ദ്രൻ, ഗുഡ് ഈവനിങ്. ഇപ്പം അദ്ദേഹത്തിന്റെ കൃത്യനിഷ്ഠയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടല്ലോ, അത് നേരിൽ കണ്ട ആളുകൂടിയാണ് സുചന്ദ്രൻ. നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്ക് നടക്കേണ്ട സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ ദിവസം അദ്ദേഹം രാവിലെ 8:30 തന്നെ അവിടെ എത്തി. 9:30 വേദിയിലേക്ക് എത്തുന്നതെങ്കിലും 8:48 തന്നെ അദ്ദേഹം ആ സ്ഥലത്തേക്ക് എത്തുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് നിയമസഭയിൽ നടക്കാനിരിക്കുന്ന MLA-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനും അദ്ദേഹം രാവിലെ തന്നെ എത്തി. 9:30 സത്യപ്രതിജ്ഞയെങ്കിൽ അതും 9 മണിക്ക് മുന്നേ അവിടെ എത്തി. മെയ് 12 സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നു. അതിലും അദ്ദേഹം 9:30 ചടങ്ങ്. 8:55 നിയമസഭയിൽ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ഇപ്പോൾ അതെല്ലാം ചർച്ചയാകുന്നു. അതിനൊപ്പമാണ് നമ്മൾ ഈ കുറച്ചു മുൻപ് പറഞ്ഞതുപോലെ വീട്ടിലെ ഭക്ഷണം ഓഫീസിലിരുന്ന് കഴിക്കുന്ന, നമ്മൾ ഇതുവരെ കാണാത്ത ഒരു മുഖ്യമന്ത്രിയെ കൂടി കാണുന്നത്. എങ്ങനെ വിലയിരുത്തുന്നു സുചന്ദ്രൻ ഇപ്പോൾ ഈ തമിഴകത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ ഓരോ കാര്യങ്ങളെ? സേതു, ഇത്തരത്തിൽ പ്രകടനപരതയിൽ ഊന്നിയ ഇത്തരം പോപ്പുലിസ്റ്റ് തീരുമാനങ്ങൾ വിജയ് തുടരുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്നത് പ്രധാനമായിട്ടും വിജയുടെ 2 തീരുമാനങ്ങളാണ്. ഒന്ന്, ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത് പോലെ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ടിഫിനാണ് അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലൊരു ദൃശ്യം നമ്മൾ കണ്ടിട്ടില്ല. നേരത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തന്നെ വേഷധാരണത്തിലും അവിടുത്തെ പെരുമാറ്റത്തിലും ശരീരഭാഷയിലും ഒക്കെ ശ്രദ്ധേയനായ വിജയ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടുന്നത് സെക്രട്ടേറിയറ്റിലെ സെൻറ്റ് ജോർജ് ഫോർട്ടിലെ മറ്റൊരു വകുപ്പ് ഉദ്യോഗസ്ഥനെ പോലെ തന്നെ അദ്ദേഹം ഓഫീസിലേക്ക് വന്നു പോയി കൃത്യസമയത്ത് മടങ്ങുന്ന, കൃത്യനിഷ്ഠ പാലിക്കുന്ന വിജയുടെ ഈ സ്വഭാവമാണ്. മറ്റൊന്ന്, അദ്ദേഹം ഈ ചിത്രത്തിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ആ കസേരയ്ക്ക് പിന്നിൽ ഒരു വെള്ള വിരിപ്പിട്ടിട്ടുള്ളതായി നമുക്ക് കാണാം. ആ വെള്ള വിരിപ്പ് അദ്ദേഹം ഇപ്പോൾ ഒഴിവാക്കിയതായിട്ടും കാണുന്നുണ്ട്. കാലാവസ്ഥ ആക്ടിവിസ്റ്റായിട്ടുള്ള കൗമാരക്കാരിയായിട്ടുള്ള ലിസിപ്രിയ കങ്കുജം ആണ് VIP കസേരകളിലുള്ള ഈ ഒരു ടവൽ സംസ്കാരം ഒഴിവാക്കണമെന്ന് പറഞ്ഞൊരു സാമൂഹിക മാധ്യമ പോസ്റ്റ് ഇട്ടത്. മെയ് 14 നടന്ന വ്യവസായ വാണിജ്യ വകുപ്പുകളുടെ അവലോകന യോഗത്തിൽ ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള വെള്ള ടവൽ കസേരയിൽ കാണാം. എന്നാൽ മെയ് 15 വെള്ളിയാഴ്ച ടാഫെ ചെയർപേഴ്സൺ മല്ലിക ശ്രീനിവാസൻ, വൈസ് ചെയർപേഴ്സൺ ഡോക്ടർ ലക്ഷ്മി വേണു എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇത് അദ്ദേഹം ഒഴിവാക്കിയതായി കാണാം. ആ കാണുന്ന വെള്ള ടവൽ. അതിന് കാരണമായി പറഞ്ഞത് ഈ ലിസിപ്രിയ കങ്കുജം പറഞ്ഞത് ഇത് ബ്രിട്ടീഷ് പീരീഡിൽ ഉണ്ടായതാണ്. അന്ന് ചൂടുള്ള സമയത്ത് വിയർപ്പ് തുടയ്ക്കാനും അതേപോലെ കസേര അഴുക്കാവുന്നത് തടയാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ കസേരയിൽ വെള്ളവിരിപ്പിട്ട് തുടങ്ങിയത്. പിന്നീട് അത് അധികാരപ്രമത്തതയുടെ ഒരു അടയാളമായി മാറിയെന്നും നമുക്കത് ഒഴിവാക്കിക്കൂടെ എന്നുമാണ് ചോദിച്ചത്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതായും പിന്നീട് വിജയ് ഇത് പിൻവലിച്ചതുമായിട്ടാണ് കാണുന്നത്. എന്നാൽ അതേസമയം തന്നെ വിജയ്ക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾ ഇത്തരം പെറ്റി ഇഷ്യൂസിൽ ലാളിത്യം കാണിക്കുന്നതിലൂടെ അല്ല, ജനതയെ അടിത്തട്ടിൽ സ്പർശിക്കുന്ന സാമൂഹിക നീതിയിലൂന്നിയ രാഷ്ട്രീയ തീരുമാനങ്ങളിലൂടെയാണ് ഒരു മുഖ്യമന്ത്രി ശ്രദ്ധേയനാവേണ്ടത്. ഇത്തരം കാര്യങ്ങൾ കയ്യടി നേടാനുള്ള ഗിമ്മിക്കുകൾ എന്ന രീതിയിലും ഉള്ള വിമർശനങ്ങളും ഇതേ സമയത്ത് ഉയരുന്നുണ്ട്. ക്ഷേമരാഷ്ട്രീയത്തിൽ ഊന്നിയ സദ്ഭരണത്തിലൂടെ ആയിരിക്കണം ഒരു സർക്കാർ അത് അടയാളപ്പെടേണ്ടത്. ഒരു വിജയിക്ക് വേണമെങ്കിൽ തൊട്ടപ്പുറത്തെ ഡൈനിങ് ഹാളിലേക്ക് ഒരു മുഖ്യമന്ത്രിക്ക് സെൻറ്റ് ജോർജ് ഫോർട്ടിൽ അതിന് വിപുലമായ സൗകര്യങ്ങളുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു സിനിമയിൽ നിന്ന് വളർന്ന ആളാണ്. സിനിമയിലെ ഒരു സിനിമാറ്റിക് ശൈലി അദ്ദേഹത്തിൻ്റെ മൊത്തം കാര്യങ്ങളിലും പിന്തുടർന്നുവെങ്കിലും തുടക്കം മുതൽ ഇതേവരെ മൊത്തത്തിൽ വിജയ് ഒരു ഗുഡ് ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരേ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ജോത്സ്യനെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി നിയമിച്ചതായിരുന്നു. എന്നാൽ അദ്ദേഹം ഇതുപോലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തന്നെ കാര്യമായ വിമർശനം ഉയർന്നപ്പോൾ ആ തീരുമാനം അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു. വരാനിരിക്കുന്ന ദിവസങ്ങളിലെ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളിലായിരിക്കും വിജയ് യഥാർത്ഥത്തിൽ ടെസ്റ്റ് ചെയ്യപ്പെടുക. സേതു, ശരി.